പാലക്കാടിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായിട്ട് ആരംഭിക്കാനിരിക്കുന്ന വിദ്യാലയം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന രീതിയിൽ പാലക്കാടിന്റെ MLA പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭിന്നശേഷി കുടുംബത്തിലെ ആ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപക്ഷെ രാഹുൽ മാങ്കട്ടത്തിന് മനസ്സിലാവില്ല. അവർക്ക് ജോലിക്ക് പോവാൻ വഴിയില്ലാതെ, വരുമാനമില്ലാതെ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളാണ് ഈ പാലക്കാട് മേഖലയിലുള്ളത്. അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭ ഒരു വിദ്യാലയം ആരംഭിക്കാൻ ശ്രമിച്ച സമയത്ത് അത് നടക്കില്ല എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അവരെ അപമാനിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാഹുലല്ല, സാക്ഷാൽ രാഹുൽ വന്ന് തടഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ പേരിൽ തന്നെ ഇവിടെ ഈ സ്ഥാപനം ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഈ രാഹുലിനെ കണ്ട് ഭയക്കുന്ന പാർട്ടിയല്ല, അങ്ങനെ ഒരു ആശയമല്ല ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പവിത്രമായ ഭാരതത്തെ പരമവൈഭവത്തിലെത്തിക്കുവാൻ വേണ്ടി മഹത്തായ ഒരു ആശയമാണ് സംഭാവന ചെയ്തത്. അദ്ദേഹം ആരാണ് എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ നിമിഷം വരെയും രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല. നിങ്ങൾ അഹങ്കരിക്കുകയാണ്, ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും, കാല് മുഴുവൻ ആകാശത്തേക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയ MT രമേശ് ജി അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ട്രഷററും നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അവർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി പ്രവീണയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും സമരനായകനുമായിട്ടുള്ള ശ്രീ പ്രശാന്ത് ശിവൻ അവരെ ഈ യോഗത്തിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ജി, പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അവർ, നഗരസഭാ ഉപാധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന ട്രഷററുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അവർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ AK ഓമനക്കുട്ടൻ, ജില്ലാ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ KM ബിന്ദു, T ബേബി, ശ്രീ C മധു, ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ രവി അടിയത്ത്, ശ്രീ സുരേന്ദ്രൻ, പാർട്ടിയുടെ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഷൺമുഖൻ, കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്രീ K വേണു, ജില്ലാ OBC മോർച്ച ജനറൽ സെക്രട്ടറി ശ്രീ G പ്രഭാകരൻ, മറ്റ് നഗരസഭാ കൗൺസിലർ
പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. മൈക്കിന് പോലും സഹിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. മൈക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭ ചരിത്രത്തിൽ ആദ്യമായി പ്ലാൻ ഫണ്ട് അവർക്ക് അനുവദിച്ച തുകയുടെ 100% പൂർത്തിയാക്കി കേരളത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയിൽ നിന്നും പാലക്കാട് നഗരസഭ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒന്നാമതെത്തിയതിന് 5 അവാർഡുകൾ ഒരുമിച്ച് കരസ്ഥമാക്കി. കേരളത്തിലെ 87 നഗരസഭയ്ക്കും കിട്ടാത്ത നേട്ടമാണ് പാലക്കാട് നഗരസഭയ്ക്ക് ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമതെത്തിയതിലും ശുചിത്വത്തിന്റെ കാര്യത്തിൽ ലഭിച്ച അവാർഡിന്റെ കാര്യത്തിലായാലും ലഭിച്ചത്. മറ്റു നഗരസഭകളെക്കാൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ വികസനത്തിൽ വെറുപൂണ്ട, അസൂയ പൂണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും കൈയരിവാളിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യണം. എന്താണെന്നറിയോ പരിപാടി? ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങാനായിട്ട് ആലോചിക്കുകയാണ്. ആ പദ്ധതിയുടെ പേരിടൽ ചടങ്ങിനെ അലങ്കോലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന പ്രതിഷേധക്കാർക്കിടയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ടേമിൽ വിജയിച്ചു വന്നിട്ടുള്ള മുൻ നഗരസഭാ കൗൺസിലർ പറയുകയാണ്, ഈ സ്ഥലം, ഈ പദ്ധതി നിർവഹിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ബഡ്സ് സ്കൂളിനുള്ള കേന്ദ്രമായി മാറുന്നത്? ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രം എങ്ങനെയാണ് ഈ പദ്ധതി പ്രദേശത്ത് നടപ്പിൽ വരുത്തുക? ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലറായിരുന്നു. ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലമാണെന്ന് പറയുന്നത്. എന്റെ പൊന്നു സഹോദര, ഇവിടുത്തെ നഗരത്തില് നിരവധിയായി 2012 മുതൽ ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകള് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 2010 മുതൽ 15 വരെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിരന്തരം ഇത്തരത്തിലുള്ള സംഘടനകൾ ഇവിടെ ഒരു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചെയർമാന്റെ ചേംബറിനകത്തേക്ക് കയറിയിറങ്ങിയ സമയത്ത് നിങ്ങൾ ആവശ്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല. പക്ഷെ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആ ആവശ്യം കൈക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒരു പദ്ധതി സ്ഥലം ഏറ്റെടുത്ത സമയത്ത് അതൊരു പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലമാണെന്ന് പറയുന്നതിൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഈ പാലക്കാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി. ആ പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രസ്താവനയെ തള്ളിപ്പറയുവാൻ പാലക്കാട്ടെ MLA തയ്യാറായിട്ടില്ല, കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. ചാനലുകളിലൂടെ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് പാർക്കിന് അനുവദിച്ച സ്ഥലമാണ്. ഇവിടെ ഒരു നൈപുണ്യ വികസന കേന്ദ്രം വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള തലത്തിലെ അപ്പൊ നിങ്ങള് ഇന്ന് കാലത്തുൾപ്പെടെ പാലക്കാട്ടെ MLAയുടെ പത്രക്കാർക്ക് മുൻപിലുള്ള ഒരു ഇരവാദമുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസന കേന്ദ്രം വരുന്നതിനെ എതിർത്തിട്ടില്ല എന്ന്. എന്റെ പൊന്നു സഹോദര, പാലക്കാട്ടെ MLA ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ പാലക്കാട് ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ മുൻ കൗൺസിലർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. ഈ പദ്ധതി സ്ഥലം എന്ന് പറയുന്നത് പാർക്കിനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നിങ്ങൾ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പാർക്കാണ് ഇവിടെ വേണ്ടത് എന്നാണ് നിങ്ങളുടെ വാദം. ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ വടി വെട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അടി തുടങ്ങി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞങ്ങൾ വടി വെട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അടി തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി. എന്താണ് കാരണം?
കഴിഞ്ഞ ദിവസം പാലക്കാട് DCC ഓഫീസിലേക്ക് വെച്ച മാർച്ചിന്റെ തൊട്ടടുത്ത ദിവസം പരാതിയും നിങ്ങളുടെ ഇരവാദവും കരച്ചിലുമെല്ലാമായി ഇറങ്ങി തുടങ്ങി. പാലക്കാട്ടെ MLA കാല് വെട്ടുമെന്ന് പറഞ്ഞ ഭീഷണി. CPM ഇതേപോലെ തന്നെ കേരളത്തിൽ എത്ര CPM നേതാക്കന്മാരുടെ പേരിലാണ് സ്മാരകമുള്ളത്? പി കൃഷ്ണപിള്ളയുടെ പേര് സ്മാരകമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആരാ കൃഷ്ണപിള്ള? CPM നേതാവാണ്. നമ്മൾ ആരും അദ്ദേഹത്തെ ചെറുതായി കാണുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറുമായില്ലല്ലോ. ഡോക്ടർ ഗേവാർ പഞ്ചായത്ത് മെമ്പറാണോ എന്ന് ചോദിച്ചല്ലോ. ഡോക്ടർ ഗേവാർ പഞ്ചായത്ത് മെമ്പറൊന്നും ആവണ്ടോ. ഈ രാജ്യത്തിലെ 10,000-കണക്കിന് പഞ്ചായത്തുകൾക്ക് മേലെ ഇന്ത്യ മഹാരാജ്യം നേതൃത്വം കൊടുക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ നരേന്ദ്രമോദിയാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അയാൾ പഞ്ചായത്ത് മെമ്പറാകേണ്ട. കൃഷ്ണപിള്ള ഏത് പഞ്ചായത്ത് മെമ്പറായിരുന്നു? പറ. കൃഷ്ണപിള്ള ഏത് മുനിസിപ്പൽ കൗൺസിലായിരുന്നു? നിങ്ങൾ സർക്കാരിന്റെ പണമെടുത്ത് സ്ഥാപനം ഉണ്ടാക്കിയില്ലേ? പാലക്കാട് നഗരസഭ ഈ നാട്ടിലെ നികുതിദായകന്റെ പണമല്ലേ എടുത്തത്? പാലക്കാട് നഗരസഭ അത് CSR ഫണ്ട് ഉപയോഗിച്ചല്ലേ നടത്തുന്നത്? അല്ലാതെ സർക്കാരിന്റെ പണം ഉപയോഗിച്ചാണോ? നിങ്ങൾക്ക് എന്ത് നിയമപരമായിട്ടുള്ള ബാധ്യതയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എന്ത് നിയമപരമായിട്ടുള്ള അർഹതയാണ് നിങ്ങൾക്കത് ചോദ്യം ചെയ്യാനുള്ളത്? അപ്പോ അർഹതയില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും വിവാദമുണ്ടാക്കാൻ നഗരസഭാ ഭരണ നേതൃത്വത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ, പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ, സംസ്ഥാന സർക്കാർ എല്ലാവരും അംഗീകരിക്കുമ്പോൾ അതിന്റെ അസ്വസ്ഥതയും അസഹിഷ്ണുതയുമാണ്. അതിനുള്ള മറുപടി പാലക്കാട് ജനങ്ങൾ നൽകും. 6 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, നമുക്ക് കാണാം. പാലക്കാട് ജനങ്ങൾ ആരുടെ കൂടെയാണെന്ന് കാണാം. പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ പാലക്കാട് നഗരസഭയുടെ കൂടെയാണോ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെയാണോ, ഡോക്ടർ ഗേവാറിന്റെ കൂടെയാണോ എന്ന് വരുന്ന ഒക്ടോബർ നവംബർ മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. നമുക്ക് അവിടെ കാണാം. നിങ്ങൾ അതിന് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ സമരം ഒരു ജനാധിപത്യ മര്യാദയുടെ പേരിലുള്ള സമരമാണ്. ഈ MLA ആയിട്ടുള്ള വ്യക്തി കാണിക്കേണ്ട മിനിമം ജനാധിപത്യ മര്യാദകളുണ്ട്. ആ ജനാധിപത്യ മര്യാദകൾ കാണിക്കാൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പൊരുവെയിലെത്തും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി. ജയ് BJP. ജയ് ഭാരത് മാതാ. ജിഹാദികളെ കൂട്ടുപിടിച്ച് പാലക്കാടിന്റെ MLA പാലക്കാടിൽ കലാപം. Let's go!
വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളതാണ് പോലീസിന്റെ രീതി. വനിതകളും മുതിർന്ന ആളുകളും ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തകരുണ്ടായിരുന്നു. യാതൊരുവിധ തരത്തിലുള്ള പ്രിക്കോഷൻസ് ഇല്ല. ഒരു സൈറൻ മുഴക്കം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ജലപീരങ്കി ഉണ്ടായിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വളരെ സമാധാനപരമായി ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി പാർട്ടി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. കോൺഗ്രസിന്റെ ഭിന്നശേഷി വിഭാഗക്കാരോടുള്ള ചൊറിച്ചിലാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്. MLAക്ക് ഒരു ലോഡ് ബർണോളാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല് ഈ പ്രതിഷേധം അവർ സംഘടിപ്പിച്ച സമയത്ത് പാലക്കാട് നഗരസഭ ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് ആ വാർഡിനെ പ്രതിനിധാനം ചെയ്തിരുന്ന കോൺഗ്രസിന്റെ മുൻ നഗരസഭാംഗം മോഹൻ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ സ്ഥലം പാർക്കിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളായിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം ഇവരെ ഈ പദ്ധതിയെ എതിർക്കുന്നു എന്ന് തന്നെയാണുള്ളത്. ഇത്തരത്തിലുള്ള പദ്ധതികളെ അട്ടിമറിക്കാനുള്ള പാലക്കാട് MLAയുടെ നീക്കത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. അല്ല, അവരെ സംബന്ധിച്ചോളം കയ്യരിവാളിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രതിഷേധമായിരുന്നത്. അവരെ സംബന്ധിച്ചോളം നോക്കി നിൽക്കാമെന്ന് മാത്രമാണ് അവർക്ക് മുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. ഇത്തരത്തിൽ അവർ ഇന്നിവിടെ നടത്തിയിട്ടുള്ള രീതിയിലുള്ള പ്രതിരോധം എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല? അവര് നോക്കി നിൽക്കെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കണ്ട കാഴ്ചയാണ്. ശിലാഫലകം തല്ലി തകർക്കുന്നു, ബാനർ വലിച്ചു വീറുന്നു. എന്തിനേറെ പറയണം, സ്വാഭാവികമായ ഒരു പ്രതിഷേധം ഒരു സർക്കാർ പരിപാടിയിൽ നടക്കുന്ന സമയത്ത് ഒരു പേപ്പർ വെയിറ്റ് വീണ് പൊട്ടിയാൽ പോലും PDPP വകുപ്പെടുത്തുന്ന പോലീസ് ഇത്രയ്ക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടും നഗരസഭാ കെട്ടിടത്തിനകത്ത് കുറെ സാധനങ്ങൾ തകർന്നിട്ടുണ്ട്. ഈ പരിപാടിയിലെ കുറെ ശിലാഫലകം ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്.
PDPP വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ വിദഗ്ധോപദേശം തേടുന്ന പറഞ്ഞു. ഇവരാരുടെ വിദഗ്ധോപദേശം തേടുന്നത്? പിണറായി വിജയന്റെയോ അതോ സുധാകരന്റെയോ അതോ VD സതീശന്റെയോ? ആരുടെയാണ് ഇവർ വിദഗ്ധോപദേശം തേടുന്നത്? PDPP വകുപ്പ് പോലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ആ പ്രതികളെല്ലാം വളരെ സ്വാഭാവികമായി സ്വതന്ത്രമായി നടക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും BJPയുടെ പ്രതിഷേധം അവസാനിക്കില്ല. അതിശക്തമായ നടപടി പോലീസ് എടുക്കാത്തിടത്തോളം കാലം അതിശക്തമായ പ്രതിഷേധവുമായി BJP ഉണ്ടാവും. പാലക്കാട് MLA പാലക്കാട് നഗരജനതയോടും പ്രത്യേകിച്ച് ഭിന്നശേഷി വിഭാഗത്തോടും മാപ്പ് പറഞ്ഞു തീരും.